കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അപ്പൊ ഈ പെണ്ണിനെ കൊന്ന്? മിഥുൻ വായും തുറന്ന് അനിരുദ്ധനെ നോക്കി. യെസ്, ജയരാജൻ, കൂട്ടുപ്രതി ശ്രീത്തും. അനിരുദ്ധൻ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. എല്ലാം മുഴുവനായി കേൾക്കാൻ രണ്ടുപേരും അയാളെ ഉറ്റുനോക്കി. ജയരാജന് പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്. അതിൽ മുൻപന്തിൽ നിൽക്കുന്നതാണ് ശാരിക. മൂന്നാറിൽ വരുമ്പോൾ മിക്കവാറും ആളുടെ കൂടെ തന്നെയാണ്. ശ്രീത്തിന് മാത്രം അറിയാവുന്ന അയാളുടെ രഹസ്യ ബന്ധങ്ങളിൽ ആദ്യത്തേത്. തിങ്കളിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ രാത്രി തന്നെ അവർ മൂന്നാറിലേക്ക് പോയിരുന്നല്ലോ. ശാരികയുടെ അടുത്തേക്കാണ് അയാൾ നേരെ ചെന്നത്. തിങ്കളുടെ കാര്യങ്ങളിൽ അയാൾ അവളുമായി പങ്കുവച്ചിട്ടുണ്ട്. അന്ന് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം വീണ്ടും തിങ്കൾ അവരിൽ വിഷയമാകുമ്പോൾ, എന്നാൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെ എന്നൊരു ചോദ്യം ശാരികയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ജയരാജന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. ഒന്നാമത് അയാളുടെ മൂടൊട്ടും ശരിയല്ല. അന്നേരം ശാരികയുടെ അത്തരത്തിലുള്ള ചോദ്യം കൂടിയായതും ജയരാജന്റെ നിയന്ത്രണം വിട്ടു. എന്റെ ഡ്രൈവറായ ശ്രീത്തിനൊപ്പം മറ്റു പലർക്കൊപ്പം വഴിപഴച്ച ബന്ധം സൂക്ഷിക്കുന്ന നിന്നെ താലി കയറ്റി വെക്കണോടി എന്ന് ചോദിച്ചവർ തമ്മിൽ തർക്കമായി. അതിനിടക്കാണ് ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്തിയ ഒരു ക്യാമറ ഫൂട്ടേജ് കൂടെ കാണിച്ചു കൊടുത്ത് നിങ്ങൾ വലിയ പുണ്യാളൊന്നല്ലോ എന്ന് പറഞ്ഞ് ജയരാജനെ ശാരിക ഭീഷണിപ്പെടുത്തുന്നു. അതിൽ കൂടുതൽ ആൾ ക്ഷമിച്ചെന്നില്ല. പലരോടും തീർക്കാൻ പറ്റാത്ത പകയും പ്രതികാരവും ആ നിമിഷം അയാൾ ശാരികയോട് തീർത്തു. പിന്തല ശക്തിയിൽ ചുമലിൽ പിടിച്ചിടിച്ചു തകർത്താണ് അവരുടെ മരണം നടന്നത്. കൊല്ലണമെന്ന് വിചാരിച്ച ചെയ്തല്ല, പക്ഷെ ഉള്ളിലുള്ള ദേഷ്യത്തിന് അവൾ മരിച്ചുപോയി. രഘുവും ശ്രീത്തും ഇതിനൊക്കെ സാക്ഷിയാണ്. ശ്രീത്തിന് അയാളുടെ കൂടെ നിൽക്കാതെ വഴിയില്ല. അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ അവനെയും കൊടുക്കുമെന്ന് ജയരാജൻ ഭീഷണിപ്പെടുത്തി. തെളിവായി ശ്രീത്തും ശാരീരികമായുള്ള വീഡിയോ കൂടെ അയാളുടെ കയ്യിലുണ്ട്. അതുപോലെ രഘുവിന് പണവും ജയരാജൻ ഓഫർ ചെയ്തു. അതും അയാൾക്ക് സ്വപ്നങ്ങളിൽ പോലും കാണാൻ പറ്റാത്തത്ര പണം. പിന്നെ ശാരീരിക വേറെ ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ കാണാതെയായാലും ആരും പെട്ടെന്ന് തിരക്കി വരാൻ പോകുന്നില്ല. അതാണ് മൃതദേഹം വെട്ടിനുറുക്കി ചാക്കിലാക്കി കൊക്കയിലേക്ക് എറിയാൻ ശ്രീത്തിനെ ഏൽപ്പിച്ച്. ആ കൊക്കയുടെ താഴ്വാരത്ത് സ്ഥിരം വന്യമൃഗങ്ങൾ ഇറങ്ങാറുള്ളതാണ്. അവിടേക്ക് എറിഞ്ഞാൽ ഈ സാധനം അവർ തിന്നോളുമെന്ന് ജയരാജൻ കരുതി. പക്ഷേ ശ്രീത്തിന്റെ ഏറിൽ അത് ചുറ്റിക്കറങ്ങിപ്പോയി മരത്തിന്റെ കൊമ്പിൽ തടഞ്ഞതോടെയാണ് അവരുടെ പ്ലാനുകളെല്ലാം തെറ്റിയത്. ബോഡി കളഞ്ഞു കഴിഞ്ഞ് പിന്നെ മൂന്നാറിൽക്കായ ജയരാജനും ശ്രീത്തും പാലക്കാട്ടേക്ക് അന്നേനെ തിരിച്ചു. അവിടെയാണല്ലോ അവരുടെ കപ്പലണ്ടിത്തോട്ടം. സംഭവങ്ങളെല്ലാം രഘുവിൽ നിന്ന് അനിരുദ്ധനും മറ്റു പോലീസുകാരും അറിയുമ്പോൾ ശ്രീത്തിനും ജയരാജനും വേണ്ടി അവർ എല്ലായിടത്തും വലവിരിച്ചിരുന്നു. പാലക്കാട്ട് ആൾപ്പാർപ്പിട അങ്ങനെ ഇല്ലാത്തൊരു ഉൾഗ്രാമത്തിൽ വെച്ച് രണ്ടുപേരെയും പോലീസ് പൊക്കും മുന്നേ അനിരുദ്ധന്റെ അവിടെയുള്ള ആളുകൾ രണ്ടിനെയും പിടിച്ചുകെട്ടി വെച്ചിട്ടുണ്ട്. എന്റെ മോനൊരു കണക്ക് തീർക്കാനില്ലേ? അത് കഴിഞ്ഞ് പിന്നെ നിയമം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ചുണ്ടിൽ നിറഞ്ഞ ക്രൂരതയോടെ അനിരുദ്ധൻ ചിരിക്കുമ്പോൾ പാർത്തിയുടെ കണ്ണുകൾ ആ നിമിഷം വന്യമായി തിളങ്ങിയിരുന്നു. ഇപ്പോൾ പാലക്കാട് ഒരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് അവരുടെ കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം ഒട്ടും ആൾ താമസമില്ലാത്ത ആ ഒരു മരുപ്രദേശത്തിലേക്ക് കടന്ന കാർ ഇപ്പോൾ പോകുന്നത് ഒരു കാട്ടുവഴി പോലെ തോന്നിക്കുന്ന വഴിയിലൂടെയാണ്. അവിടെ നിന്നും കുറച്ചങ്ങ് പോയി ഒരിടത്ത് അനിരുദ്ധൻ കാർ ഒതുക്കി നിർത്തി. അനിരുദ്ധന് പിന്നാലെ തന്നെ കാറിൽ നിന്ന് പാർത്തിയും മിഥുനും ഇറങ്ങി. കണ്ണിൽ കാണാവുന്നത്ര ദൂരത്തിൽ ഒരു ഓടിട്ട വീട് മാത്രം ആ പരിസരത്ത് പാർത്തിയും മിഥുനും കാണുന്നുണ്ട്. അനിരുദ്ധ രണ്ടെണ്ണത്തിനെയും വിളിച്ച് നേരെ നടന്നതും ആ വീട്ടിലേക്ക് തന്നെയാണ്. ഓടിനിടയിലൂടെ കണ്ണിലേക്ക് തുളച്ചേറിയ വെളിച്ചത്തിൽ ശ്രീത്താണ് ആദ്യം കണ്ണു തുറന്നത്. പേടിയോടെ അവൻ അവിടെ ചുറ്റും നോക്കുമ്പോൾ ഈ ജയരാജനും അടുത്ത് തന്നെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. മുതലാളി എന്ന് വിളിച്ച് ഓടിച്ചെന്നവൻ അയാളെ തട്ടി വിളിച്ചു. 2-3 വിളിയിൽ തന്നെ അയാളും ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട്. എവിടെയാണോ നമ്മള്? പേടിച്ച് വിളറിയാൾ ചുറ്റും നോക്കി. ശാരികയുടെ ബോഡി പോലീസ് കണ്ടുപിടിച്ചെന്നറിഞ്ഞ് ഇന്നലെ കേരളം വിടാൻ എല്ലാം റെഡിയാക്കി ഒരുങ്ങിയതാണ് അവർ. പക്ഷെ എത്തിപ്പെട്ടത് ഇവിടെ. ആരോ വന്ന് തലക്കടിച്ചു. മൂക്കിൽ എന്തോ വെച്ച് അമർത്തി. പിന്നെ കണ്ണു തുറക്കുന്ന ഇപ്പോഴാണ്. അവരെ പൂട്ടിയിട്ടിരിക്കുന്ന ചെറിയ ഹാളിന്റെ വാതിൽ തള്ളിപ്പൊളിക്കാൻ അവർ രണ്ടും ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും പറ്റിയില്ല. തളർന്നൂത്തി പേടിച്ചു വരച്ചാർ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറച്ചായി. രണ്ടുപേരുടെയും കണ്ണുകൾ പിന്നെ അടഞ്ഞു പോകുന്ന നിമിഷം ആ ഹാളിന്റെ വാതിൽ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. പെട്ടെന്ന് കണ്ണിലേക്ക് വന്ന വെളിച്ചത്തിൽ കണ്ണുകൾ ചിമ്മിയടച്ച് രണ്ടുപേരും അവർക്കുമ്പിൽ വന്ന് നിൽക്കുന്നവരെ സൂക്ഷിച്ചു നോക്കിയതും ഒരു വേള ശ്വാസം നിലച്ചുപോയി രണ്ടിന്റെയും. പാർത്തി അവർ ഒറ്റ നോട്ടം മാത്രമേ നോക്കിയുള്ളൂ. മിഥുൻ അവന്റെ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് ഒരു വടിയെടുത്തു കൊടുത്തു. ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടായില്ല. പാർത്തിയുടെ ഉള്ളിൽ അന്നേരം ഹൃദയം പൊട്ടിക്കരയുന്ന അവന്റെ തങ്കിയുടെ മുഖം മാത്രം. മിഥുന്റെയും അനിരുദ്ധിന്റെയും കാതിലും അവളുടെ കരച്ചിൽ തന്നെയാണ്. വെറി പിടിച്ച പോലെയുള്ള പാർത്തിയുടെ അടിക്കൊപ്പം തന്നെ അനിരുദ്ധനും മിഥുനും അവരുടെ പങ്കും കൊടുത്തു. ജയരാജനും ശ്രീജിത്തിനും. തല്ലുന്നതിനിടക്ക് അവർ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും എന്റെ പെണ്ണിനെ നീയൊക്കെ എന്ന് ചോദിച്ച് അടിച്ചോടിച്ചിരിക്കുകയാണ് പതിവ്. വടിയൊക്കെ വലിച്ചെറിഞ്ഞ് അവൻ നിലത്തിടന്ന് പൊളയുന്ന രണ്ടിന്റെയും മുണ്ട് പറിച്ചു കളഞ്ഞു. അവരുടെ അടിനാഭി അമ്മാതിരി രീതിയിൽ ചവിട്ടിയരച്ചവൻ താണ്ഡവം നടത്തുമ്പോൾ രണ്ടുപേരുടെയും ജീവൻ പോകും പോലെയുള്ള അലറിവിളി പാർത്തിയുടെ ചെവിയിൽ സംഗീതം പോലെയാണ് മുഴങ്ങിയത്. അപ്പോഴേക്ക് അന്യതനെ പിടിച്ച് അവരിൽ നിന്ന് വലിച്ചു മാറ്റി ഒരുവിധം അടക്കി നിർത്തി മിഥുനെ കണ്ണു കാണിച്ചു. ശ്രീത്തും ജയരാജനും നിലത്ത് കിടന്ന് വേദന കൊണ്ട് പുഴുകിടന്ന് പുളയും പോലെ പുളയുകയാണ്. അവരുടെ ആ പിടച്ചിലൊന്നും പാർത്തിയുടെ ഉള്ളിലെ കനലിനെ അണച്ചിട്ടില്ല. വേദനിക്കുന്നുള്ളടാ, വേദനിക്കുന്നുള്ളടാ പൊന്ന പുന്നാര മോനെ. എന്റെ പെണ്ണനുഭവിച്ചതിന്റെ 1 ഇഞ്ച് പോലും ആയിട്ടില്ലത്. ഈ അറിയിച്ചടാ ശരിക്കുള്ള വേദന ഞാൻ.
പറച്ചിലിനൊപ്പം അവർക്ക് നേരെ വീണ്ടും അവൻ കുതിക്കുമ്പോൾ അനിരുദ്ധൻ അവനെ വട്ടം പിടിച്ചു. അച്ഛന്റെ പണികളല്ലേടാ, തല്ലിക്കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. വേദനിപ്പിച്ചാ മതി, നരകിച്ച് വേദനിപ്പിക്കാം. മോള് ഒരിക്കൽ തൊട്ടതിന് പൊന്നമോന്റെ കയ്യിൽ 2 വിരലിന്റെ നഖം ഞാനിങ്ങ് എടുത്തതാ. ബാക്കിയുള്ളൊക്കെ എന്റെ മോനെടുത്തോ. അനിരുദ്ധൻ നഖത്തിൽ തന്നെ കയറി പിടിക്കുമ്പോൾ പാർത്തിയുടെ ചുണ്ടിൽ ആ നേരെ ഒരു ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും പണിയേണ്ട സാധനം കൊണ്ട് മിഥുനെത്തി. ഇലക്ട്രിക് പിഞ്ചർ. സ്വിച്ച് ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് സംഭവം എളുപ്പമാണ്. കറണ്ടിൽ കുത്തുക, നഖങ്ങ് പറിച്ചെടുക്കുക. അനിരുദ്ധും മിഥുൻ അവരെ പിടിച്ചു നിർത്തി. പാർത്തി അവന് വേണ്ട സുഖമായിട്ടിങ്ങ് പറിച്ചെടുത്തു. പ്രാണൻ പോകുന്ന വേദനയോടെ ജയരാജന്റെ അലർച്ച കേട്ട് ശ്രീത്തിന്റെ മൂത്രം പോകുമ്പോൾ അയ്യയ്യേ എന്നൊരു പറച്ചിലോടെ മിഥുൻ അവനടുത്തുനിന്ന് സ്വല്പം മാറിയുന്നു. പാർത്തിയുടെ കണ്ണിൽ അപ്പോഴും ഉന്മാദമാണ്. തന്റെ പെണ്ണിന്റെ മേൽ പാടുകൾ തീർത്തവയാണ് ചുടുചോരയോട് അവൻ പിഴുതെടുക്കുന്നത്. പാർത്തി വേണ്ട, പാർത്തി ഞാനൊന്നും അവളെ ചെയ്തിട്ടില്ല, എന്നെ വിട്ടേക്ക്, ഇനിയൊന്നും ചെയ്യല്ലേ. അലറിക്കരഞ്ഞവൻ കൈവച്ചവനെ തടയാൻ നോക്കുമ്പോൾ പാർത്തി ആ വിരലുകൾ പിടിച്ചങ്ങൊടിച്ചതും അവന്റെ കരച്ചിൽ അവിടെ പിന്നെയും ഉയർന്നു. നിന്നോട് പറഞ്ഞല്ലേടാ ഞാൻ, എന്റെ പെണ്ണിനെ കുറിച്ച് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുതെന്ന്. നിന്റെ കരച്ചിലൊന്നും ഞാൻ കാണില്ലടാ. അതിനേക്കാളും എന്റെ പെണ്ണ് ചങ്ക് പൊട്ടി കരയുന്ന ഞാൻ കണ്ടു. നിന്നോട് എന്ത് തെറ്റാടാ അവൾ ചെയ്ത്? പണ്ടെപ്പോഴോ നിന്നെ സ്നേഹിച്ചാണോടാ അവൾ ചെയ്ത തെറ്റ്? ആണോടാ ചേട്ടേ? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവന്റെ നഖങ്ങളും വലിച്ചു പറിച്ചെടുത്തവൻ കഴിയുമ്പോഴേക്കും ശ്രീത്തിന്റെ നിലവിളി അവിടെ കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു. അന്നേരം തന്നെയാണ് അനിരുദ്ധന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. സുരേന്ദ്രനാണ്. ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ അവരിങ്ങോട്ട് എത്തിക്കഴിഞ്ഞുവെന്ന്. അടുത്ത നിമിഷം തന്നെ അനിരുദ്ധൻ നോക്കുമ്പോൾ അപ്പുറം ഇരിക്കുന്ന ചെയറെടുത്ത് രണ്ടിനെ അടിക്കാൻ പോകുന്ന പാർത്തിയെയാണ് കണ്ടത്. മതി ബാച്ചു, പോ നോക്ക്. നിങ്ങൾ കണ്ടു, പോലീസുകാർ ഇപ്പം ഇങ്ങോട്ടെത്തും. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇനി ഇവർക്കുള്ള നിയമത്തിന്റെ വഴി കിട്ടിക്കോളും. മിതു, പിടിച്ചോണ്ട് പോയവനെ. അനിരുദ്ധൻ അത്രയും കാർക്കശ്യത്തോടെ പറഞ്ഞിരുത്തുമ്പോൾ പാർത്തിയെ വട്ടം പിടിച്ച് വലിച്ച് മിതു പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അമ്മേ, അച്ഛന്റെ ടിവിയില്. സന്തോഷത്തോടെ താരയുടെ കയ്യിൽ പിടിച്ച് അർച്ചന മോൾ കുലുക്കുമ്പോൾ മാറിക്കിടി അങ്ങോട്ട് എന്നൊരു അർച്ചയിലായിരുന്നു താര. പേടിച്ചു പറിച്ച് താഴെ വീണുപോയ മോളെ ശ്രീപ്രിയ ഓടി വന്നെടുത്തു. അവളുടെ കണ്ണ് രണ്ടും നനഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും അവളുടെ ഏട്ടനായി പോയില്ലേ. അതിലുപരി ഈ കുഞ്ഞിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ഇപ്പോൾ അവൾക്ക് ഒന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ അവൾ അറിയാനോ അധികം താമസവുമില്ല. ഭാമിനിയും ദിനേശിന്റെ അവസ്ഥയും മോശമാണ്. തല ഇറങ്ങി വീണെടുക്കും പോലെ സെറ്റിലിരിക്കുകയാണ് അവർ. മകനെ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ അവർ തളരുക തന്നെ ചെയ്യും. താര മാത്രം കല്ല് പോലെ ടിവിയിലെ ന്യൂസിലേക്ക് തുറിച്ചു നോക്കി നിൽപ്പുണ്ട്. ഒരു ക്രൈം നടത്താൻ ശ്രമിച്ച് അത് പരാജയപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി മറ്റൊരു കൊലപാതകം നടത്തിയ ഈശ്വരി കപ്രണ്ടി ഫാക്ടറിയുടെ ഉടമ ജയരാജനെ അവളുടെ ഡ്രൈവർ ശ്രീത്തിനെയും ഇന്നലെ വൈകുന്നേരത്തോടെ പാലക്കാട് മേട്ടുപടി എന്നറിയപ്പെടുന്ന ഉൾഗ്രാമത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്നും ചെറുവത്തേരി സ്റ്റേഷനിലെ സി അനിരുദ്ധന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ന്യൂസ്. ശ്രീത്തിനെയും ജയരാജനെയും ഫോട്ടോകൾ ടിവിയിൽ നിറഞ്ഞു നിൽക്കുന്നു. അവരെ പിടിക്കാനുള്ള സംഘട്ടത്തിലേറ്റ പരിക്കുകൾ കൊണ്ട് 2 പ്രതികൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ബോഡി വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാനും മറ്റും പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പിന് ഇറങ്ങുമെന്നൊക്കെ ന്യൂസിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ജയരാജനാണ് കൊലപാതകം നടത്തിയത്. കൂട്ടുപ്രതികൾ ശ്രീത്തും രഘുവരനും മുന്നേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ മൊഴിയിൽ നിന്നാണ് ജയരാജനും ശ്രീത്തിനെതിരായി കൂടുതൽ തെളിവുകൾ പോലീസുകാർക്ക് ലഭിച്ചത്. ജയരാജനെ പോലെ ശ്രീത്തുമായി വഴിവിട്ട ബന്ധം ഈ കൊല ചെയ്യപ്പെട്ട സ്ത്രീക്കുണ്ടായിരുന്നു. അതിന്റെ തെളിവുകൾ വീഡിയോ ഫൂട്ടേജിൽ നിന്ന് പോലീസിന് നേരത്തെ ലഭിച്ചിട്ടുണ്ടെന്ന് എല്ലാ ന്യൂസിൽ പറയുമ്പോൾ ശ്രീപ്രിയ ചെന്ന് ഇനിയും കൂടുതലൊന്നും കേൾക്കാൻ കഴിയാതെ ആ ടി വി അങ്ങ് ഓഫ് ചെയ്തു. പിന്നെയും ഭർത്താവിനെ ന്യായീകരിക്കാൻ നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ലേ സ്ത്രീയെ? കണ്ണടച്ചിരിട്ടാക്കാതെ ഈ കുഞ്ഞിന് വേണ്ടി മര്യാദ കണ്ണുറന്ന് ജീവിക്കാൻ നോക്ക് നിങ്ങൾ. അതും പറഞ്ഞ അർച്ചന മോളെയും കൂടി ശ്രീപ്രിയ തന്നെ മുറിയിലേക്ക് കയറി വാതിലടക്കുമ്പോൾ ഭാമിനിയെയും ദിനേശിനെയും നോക്കി താരയുടെ മുറിയിലേക്ക് കയറി. കട്ടിലിനരികെയുള്ള മേശയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരുന്ന അവിടെ കല്യാണ ഫോട്ടോ കയ്യിലേക്ക് എടുത്ത് തുറിച്ചു നോക്കിയവൾ അത് ശക്തിയിൽ തറയിലെറിഞ്ഞുടച്ചു. അടുത്ത നിമിഷം തന്നെ നെഞ്ചത്തടിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിലത്തേക്ക് കുഴിഞ്ഞിരിക്കുമ്പോൾ ഉടഞ്ഞുപോയ ഫ്രെയിമിന്റെ ചില്ലുകൾ അവളുടെ കാലിലേക്ക് തുളച്ചു കയറി ചോര തറയാകെ പടർന്നു കഴിഞ്ഞിരുന്നു. കാട്ടൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ മുന്നിൽ പാർട്ടിയുടെ കാർ വന്ന് നിന്നു. അനിരുദ്ധനും ചാന്ദിനിയും ബാക്ക് ഡോർ തുറന്നിറങ്ങുമ്പോൾ ആദ്യം വന്ന് അവരെ കാത്തു നിൽക്കുന്ന പ്രണവും മിഥുനും സൂരജും ആകാശം അവർക്കടുത്തേക്ക് ചെന്നു. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരി. പാർട്ടി ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫറും അവരുടെയൊക്കെ ആ പുഞ്ചിരി അതിന്റെ മാറ്റം ഒട്ടും കുറയാതെ ക്യാമറയിൽ പകർത്തി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. പാർട്ടിയാണ് ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത്. ഡാർക്ക് മെറൂൺ കളർ ഷർട്ടും സിൽവർ കരയോട് കൂടിയ ഓഫ് വൈറ്റും മുണ്ടുകൊടുത്ത് ചുണ്ടിൽ അത്രയും മനോഹരമായ ചിരിയോടെ ഇറങ്ങി വന്നവൻ കോ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്ന് അവന്റെ ഹൃദയ സായിക്ക് നേരെ കൈനീട്ടി. ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്ത സാൻ ബീച്ച് കളറിൽ സാരി വർക്ക് ചെയ്ത ബനാറസ് സിൽക്ക് സാരി ഒതുക്കി പിടിച്ചവൾ നീട്ടിപ്പിടിച്ചവന്റെ കയ്യിലേക്ക് കൈ ചേർത്ത് കാറിൽ നിന്നൊരു നറുപുഞ്ചിരിയോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിങ്കളിന്റെ ആ ചിരിയിൽ പാർത്തിയുടെ ഹൃദയം ഒരു നൂലില്ലാ പട്ടം പോലെ അത്രയും ആനന്ദത്തിൽ പറന്നടക്കുകയാണ്. അന്നവൻ ബനാറസിൽ പോയപ്പോൾ ചാന്ദിനിക്കെടുത്തതിനൊപ്പം തന്നെ മറ്റൊരു സാരി കൂടെ അവന്റെ തങ്കിക്ക് എടുത്തിരുന്നു. ആ സാരി തന്നെയാണ് അവൾ അവൻ്റേത് മാത്രമാവുന്ന ഈ ദിവസത്തിൽ ഉടുത്തിരിക്കുന്നത്.
ആഭരണങ്ങളായി അന്ന് പിറന്നാളിന് അനിരുദ്ധനും ചാന്ദിനി അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത ജ്വല്ലറി സെറ്റ്, ലൈറ്റ് വെറ്റ് വരുന്ന മെറൂൺ കളർ സ്റ്റോൺ വെച്ച ചെയിനും സ്റ്റഡ് കമ്മലും, ഒരു കയ്യിൽ ബ്രേസ്ലെറ്റും റിങ്ങും മറുകയിൽ വാച്ചും. ഫോസിൽ ഗ്ലീമർ വിമൻസ് 3 ഹാൻഡ് ഡേറ്റ് സെറാമിക് വാച്ച് പാർത്തി അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അവളുടെ പിറന്നാളിന് അവൻ വാങ്ങിച്ചു വെച്ച വാച്ചാണത്. പക്ഷെ അന്നേരം ചെക്കൻ നല്ല പിണക്കത്തിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ കൊടുക്കും? അതുകൊണ്ട് സമയവും സന്ദർഭവും ഒത്തു വന്നപ്പോൾ അവൻ കൊടുത്തു. അവൾ വാങ്ങിച്ചു. അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഡേയിൽ കയ്യിൽ കെട്ടുകയും ചെയ്തു. ഇരുവരും ഒരുമിച്ച് കൈകൾ പരസ്പരം വേർപ്പെടുത്താതെ തന്നെ രജിസ്റ്റർ ഓഫീസിന്റെ പടികൾ കയറി. ഇന്നേക്ക് 30 ദിവസം മുന്നേ തന്നെ വിവാഹത്തിനുള്ള അനുമതിക്കായി പാർട്ടിയുടെയും തിങ്കളുടെയും പേരിൽ നോട്ടീസ് പീരീഡ് ആ രജിസ്റ്റർ ഓഫീസിൽ തൂക്കിയിരുന്നു. അങ്ങനെ നിയമമനുശാസിക്കുന്ന എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ആക്കി വിവാഹ രജിസ്റ്ററിൽ ഒപ്പിടാൻ അവർ തയ്യാറായി. ആദ്യം വരാൻ ഒപ്പിട്ടോളൂ. രജിസ്ട്രാർ പറയുമ്പോൾ പാർട്ടിയുടെ നോട്ട് അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ചാന്ദിനി അനിരുദ്ധന് ഉള്ളു നിറഞ്ഞൊരു സന്തോഷത്തോടെ അവനെ കണ്ണടച്ച് കാണിക്കുമ്പോൾ പാർട്ടി രജിസ്റ്ററിൽ സൈൻ ചെയ്തു. അതിന് പിന്നാലെ തന്നെ വധുവിന്റെ കോളത്തിൽ തിങ്കളിന്റെ സൈനും വീണു. സാക്ഷികളായി മിഥുനും പ്രണവും സൂരജും കൂടെ ഒപ്പിട്ടത് കൊട്ടും കുരവില്ലാതെ, പൂക്കളോ വേദികളോ ഒന്നും ഇല്ലാതെ പാർട്ടി അവന്റെ തങ്കിയെ സ്വന്തമാക്കിയിരുന്നു. അന്നേരം തന്നെ അനിരുദ്ധൻ താലിയെടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. തിങ്കളിന്റെ കഴുത്തിൽ പാർട്ടിയുടെ പേരിലുള്ള താലി വീണ് കഴിഞ്ഞു. നെറിയിൽ സിന്ദൂരം പടർന്നിരിക്കുന്നു. പേരുകൊത്തിയ മോതിര ഇരുവരും പരസ്പരം അണിയിച്ചു. അതിനൊപ്പം ഉള്ളിലെ മുഴുവൻ സ്നേഹം നിറച്ച് അവന്റെ ഒരു ചുംബനം കൂടെ തിങ്കളുടെ നെറ്റിയിൽ പതിയുമ്പോൾ പെണ്ണിന്റെ കണ്ണുകളൊന്ന് കലങ്ങിയെങ്കിലും തുളുമ്പിയില്ല. പകരം ആളുടെ ചുടികളൊന്ന് വിടർന്നു. ഇരുവരും മുല്ലപ്പൂമാല കൂടെ പരസ്പരം അണിഞ്ഞു കഴിഞ്ഞതും പാർത്തിയുടെ കൈ കൂടുതൽ ശക്തിയോടെ തിങ്കളുടെ തോളിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. കുറച്ചധികം ഫോട്ടോസുകൾ തന്നെ അവിടെ വെച്ച് എല്ലാവരുമായി ഫോട്ടോഗ്രാഫർ പകർത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുപ്പ് കൂടെ കഴിഞ്ഞ് മധുരവും ഒരുമിച്ച് പങ്കിട്ട് കഴിച്ച് എല്ലാവരോടും ഇറങ്ങും മുന്നേ ചാന്ദിനിയുടെ കൂടെ നിൽക്കുന്ന തന്റെ പെണ്ണിനെ നോക്കി പാർത്തി ആദ്യം വിളിച്ച ഡോക്ടർ ഹേമയാണ്. അവരോട് എങ്ങനെ വിളിച്ച് നന്ദി പറയാതിരിക്കുവാൻ? താളം തെറ്റി പോവേണ്ട തന്റെ തങ്കിയുടെ മനസ്സിനെ തിരിച്ചു പിടിച്ചെന്ന് അവരൊരാളുടെ മിടുക്കൊണ്ട് തന്നെയാണ്. ചാന്ദിനിക്കൊപ്പം അവിടുത്തെ തിങ്കളുടെ കുറച്ച് ദിവസമുള്ള സഹവാസമാണ് അവളിങ്ങനെ മാറ്റിയെടുത്തത്. സത്യത്തിൽ ഈ ഒരു കഴിഞ്ഞുപോയ സംഭവം കൊണ്ട് മാത്രമല്ല, മുന്നേ അവളുടെ ജീവിതത്തിലുണ്ടായ പല സംഭവങ്ങളും അവൾ വലിയൊരു ട്രോമയിലേക്ക് കൊണ്ടുപോവേണ്ടതാണ്. ഒരു കാലത്ത് ചോര കണ്ടാൽ പേടിച്ച് തലയിറങ്ങിയവളാണ് ആക്രമിക്കാൻ വന്നൊരുത്തിനെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയത്. അതിനുശേഷം പൊന്നുപോലെ അത്രയും സ്നേഹിച്ച അവൾ കൊണ്ടുനടന്ന അനിയത്തിയുടെ ചതി, അവളുടെ കാമുകന്റെ ചതി, പെറ്റമ്മയുടെ വഞ്ചന. എന്നാലും മനസ്സിന്റെ ശക്തിയൊന്നുകൊണ്ട് അതിൽ നിന്നൊക്കെ പൊരുതി ജയിച്ചവൾക്ക് പിന്നെയും പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് ആകെ പിടിവിട്ടു പോയത്. ഒരുപക്ഷെ അവൾക്ക് സപ്പോർട്ടായി പാർത്തി അവന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായി ഒരു മുഴുഭ്രാന്തിലേക്ക് തിങ്കൾ എത്തിയേനെ, അല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയേനെ. പാർത്തി ഡോക്ടറെ വിളിച്ച് കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞു. വീട്ടിൽ നടത്തുന്ന ചെറിയൊരു സൽക്കാരത്തിന് അവർ ഒന്നുകൂടെ ക്ഷണിച്ചു. അതിനൊപ്പം വീണ്ടും തിങ്കളിന് വേണ്ടി അവൻ നന്ദി പറയുമ്പോൾ ഡോക്ടർ പക്ഷേ എന്റെ ട്രീറ്റ്മെന്റിനെക്കാളും തന്റെ തങ്കി തന്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ കാരണം താൻ തന്നെയാണെന്ന് അവർ പിന്നെയും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് മുന്നോട്ട് ജീവിക്കാൻ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ വേണം. തന്റെ തങ്കിക്ക് താനായിരുന്നു ആ പ്രതീക്ഷ. തന്റെ ചിന്തകൾക്കപ്പുറം ആ പെൺകുട്ടി തന്നെ സ്നേഹിക്കുന്നുണ്ട്. തന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി, അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും അനുഭവിച്ചിട്ടും വളരെ വേഗം തന്റെ അടുത്തേക്ക് അവൾ തിരിച്ചു വന്നത്. എന്ന് കരുതി ഉടനെ ഒരു കടന്നുകയറ്റൊന്നും ആ കുട്ടിയുടെ അടുത്ത് കാണിക്കരുത്. താൻ പഴയ പോലെ തന്നെ അവളെ സ്നേഹിക്കുക. ഇനി അത് കണ്ടില്ലെന്നടിച്ചവൾ പോവില്ല. തന്റെ വാശികൾക്ക് അവൾ കൂട്ടുനിൽക്കും. പതിയെ പതിയെ തന്നിലേക്ക് അവൾ തന്നെ വന്നു ചേരും. ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. എന്നാലും പാർത്തി ഒന്നുകൂടെ അതൊന്ന് കേട്ടു നിന്നു. തന്നെ അവൾ അത്രയ്ക്കും സ്നേഹിക്കുന്നു എന്ന് ആര് പറഞ്ഞു കേട്ടാലും അവന് സന്തോഷം തന്നെയാണ്. അപ്പോഴേക്കും അനിരുദ്ധൻ പാർത്തിയുടെ അടുത്തേക്ക് വന്നു. വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. കല്യാണം പാർത്തിയുടെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം നടന്നെങ്കിലും ഒരു സൽക്കാരം ഉച്ചക്ക് അനിരുദ്ധൻ കായലോരത്ത് അവരുടെ വീടിന് മുമ്പിൽ വിശാലമായ പറമ്പിൽ ചെറിയൊരു പന്തലിട്ട് ഒരുക്കിയിട്ടുണ്ട്. അധികം വൈകാതെ അവരെല്ലാം വീട്ടിലേക്ക് തിരിച്ചു. അനിരുദ്ധന്റെ വീട്ടുകാർ അവരെയും കാത്ത് വീട്ടിൽ നിൽക്കുന്നുണ്ട്. സുജാതയ്ക്ക് തിങ്കളുടെ കാര്യത്തിൽ യാതൊരുവിധ താല്പര്യവും ഇല്ലെങ്കിലും അത് അവരുടെ മനസ്സിൽ തന്നെ ഇരിക്കുകയുള്ളൂ. വാ തുറന്ന് മിണ്ടാനുള്ള വോയിസ് അവർക്ക് ഇവിടെയില്ല. സദ്യ തന്നെയായിരുന്നു എല്ലാവർക്കും വേണ്ടി ഒരുക്കിയിരുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കല്യാണച്ചക്കനെയും പെണ്ണിനെയും കണ്ടാണ് എല്ലാവരും തിരിച്ചുപോയത്. നിമിഷയും ബിജുചേട്ടനും വന്നിരുന്നു. അതിനൊപ്പം ഹേമ ഡോക്ടറും വന്നുപോയി. ഗോപിനാഥനും മല്ലികയും വന്നതിനൊപ്പം ആൾക്കൊരു കമ്മലും സമ്മാനമായി കൊടുത്തു. മോളിത് സ്വീകരിക്കണം, ഞങ്ങളുടെ ആശീർവാദമായി കരുതിയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തിങ്കളത് സ്വീകരിക്കുകയും ചെയ്തു. യാതൊരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ പാർത്തിയുടെയും തിങ്കളുടെയും വിവാഹം അവർ രണ്ടുപേരും മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ കടന്നുപോയി. അവരുടെ സന്തോഷത്തിൽ യാതൊരു പരാതികളുമില്ലാതെ മനസ്സ് നിറഞ്ഞ് അനിരുദ്ധനും ചാന്ദിനിയും നിന്നു. കയ്യിലെ ഗ്ലാസ്സിൽ നിന്ന് പാല് തുളുമ്പിപ്പോവാതെ ശ്രദ്ധിച്ച് തിങ്കൾ അടഞ്ഞു കിടക്കുന്ന ഡോറും തള്ളി തുറന്ന് പാർത്തിയുടെ അവരുടെ മുറിയിലേക്ക് കയറിയതും അവിടുത്തെ ഒരുക്കങ്ങൾ കണ്ട് പെണ്ണിന്റെ കണ്ണുകൾ വിടർന്നുപോയി എന്നുള്ളത് സത്യം. റെഡ് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ബലൂൺസ് മുറിയാകെ നിറഞ്ഞിടപ്പുണ്ട്.
വാതിലിന്റെ അടുത്ത് നിന്ന് ബെഡിലേക്ക് റോസ് പെറ്റൽസ് കൊണ്ട് ഒരു വഴി തീർത്തു വെച്ചിരിക്കുന്നു. ബെഡിന് മുകളിൽ പുതപ്പിന് മേലെയും റോസ് പെറ്റൽസ് കൊണ്ട് ഹാർട്ട് സിമ്പിൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനൊപ്പം താഴെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും റെഡിയാണ്. ബെഡിന് മുകളിലുള്ള വാൾ സ്പേസിൽ അന്ന് വാരാണസിയിൽ പോയപ്പോൾ തിങ്കളും പാർത്തിയും ചേർന്നെടുത്ത പാർത്തിയുടെ ഫോണിൽ വാൾപേപ്പറുള്ള അതേ കാൻഡിഡ് ഫോട്ടോ അത്രയും വലുതായി അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിനു ചുറ്റും ലൈറ്റ് യെല്ലോ കളർ ബൾബ് സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പെർഫ്യൂം ക്യാൻഡിൽസ് കത്തിച്ചു വെച്ചിരിക്കുന്ന ബെഡിന് തൊട്ടടുത്തുള്ള ചെറിയ ടേബിൾ, ഫ്രൂട്ട്സ് എല്ലാം വെച്ചിരിക്കുന്ന ബൗളിനടുത്തായി തിങ്കൾ കയ്യിൽ പാൽ ഗ്ലാസ് മൂടി വെച്ചു. ഉടുത്തിരിക്കുന്ന സാരി ഒന്ന് ഒതുക്കിയവൾ തിരിഞ്ഞു നോക്കിയത് മുന്നിലെ ഫുൾ ലെങ്ത് മിററിലേക്കാണ്. കറുത്ത ബ്ലൗസും കറുത്ത കരയോട് കൂടിയ പുളിയിലക്കര സെറ്റ് മുണ്ടുമാണ് തിങ്കളിന്റെ വേഷം. കടുങ്കാപ്പി മിഴികൾ കടുപ്പിച്ചെഴുതി നെറ്റിയിൽ വലിയൊരു സിന്ദൂരപ്പൊട്ടും അതിനു മുകളിൽ ചെറിയൊരു ചന്ദനക്കുറിയും അരയോളം വിടർന്നു കിടക്കുന്ന മുടിയിൽ മുല്ലമാലയും ചൂടി ഒരാതിരാത്തിക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. സെറ്റ് മുണ്ട് ചാന്ദിനിയാണ് അവൾക്ക് എടുത്തു കൊടുത്തത്. കൂടെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പാച്ചു അവന്റെ വട്ടും കൊണ്ട് ഓരോന്ന് പറയുന്നേ ഉള്ളൂ. കല്യാണം സിമ്പിളായ പോലെ അവന്റെ ഫസ്റ്റ് നൈറ്റ് അവന് സിമ്പിളാക്കാൻ പറ്റില്ലെന്ന്. അത് പറഞ്ഞപ്പോൾ ചാന്ദിനിക്ക് നാണം വന്നു. പക്ഷെ അപ്പോൾ തന്നെ ആ ഭാവം മാറി. അല്ല മോളെ, അവന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞങ്ങളാണ് നിങ്ങളെ പിടിച്ച് കെട്ടി രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചതെന്ന്. നിങ്ങൾ രണ്ടുപേർക്കും കല്യാണം അങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നാടറിഞ്ഞ് നടത്താൻ മോഹമുണ്ടെങ്കിലും രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു കല്യാണം നടത്തിയത്. പരിഭവം നിറഞ്ഞ സ്വരത്തിലാണ് ചാന്ദിനി അതുകൂടെ പറഞ്ഞ്. എങ്കിലും കല്യാണം ഇങ്ങനെ നടന്നില്ല, അവർക്ക് നീരസമൊന്നുമില്ല. പെണ്ണിന്റെയും ചെക്കന്റെയും ഇഷ്ടപ്രകാരം തന്നെയല്ലേ അവരുടെ വിവാഹം നടക്കേണ്ടത്. പാർത്തി ചാന്ദിനിയോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അവന്റെ കല്യാണങ്ങൾ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതിയെന്ന്. അന്ന് തമാശയായി ചാന്ദിനി വിട്ടുകളഞ്ഞെങ്കിലും ഇപ്പോൾ മനസ്സിലായി അത് തമാശയല്ലെന്ന്. അതുപോലെ തിങ്കളിനുള്ളിലും എപ്പോഴെങ്കിലും തന്റെ വിവാഹം നടക്കുമെങ്കിൽ അതിങ്ങനെ മതിയെന്ന് അവൾ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. പാർത്തി ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞ മാസങ്ങൾക്കപ്പുറം അവനവളുടെ ഉള്ളിലൊരു സ്ഥാനം അവൾ പോലും അറിയാതെ ഉറപ്പിച്ച അവസരങ്ങളിൽ എപ്പോഴൊക്കെയോ ഇൻസ്റ്റയിൽ വരുന്ന ചില റീൽസിൽ ഫ്രണ്ട്സിനൊപ്പവും ഫാമിലിക്കൊപ്പവും മാത്രമായി രജിസ്റ്റർ ഓഫീസിൽ വെച്ചുള്ള കല്യാണങ്ങൾ കാണുമ്പോൾ അതിലുള്ള പെണ്ണും ചെക്കനുമായി തന്റെയും പാർട്ടിയുടെയും മുഖം അവൾക്കുള്ളിൽ മിന്നിമറിഞ്ഞ് പോവാറുണ്ടെന്നുള്ളത് തിങ്കളിന് മാത്രം അറിയാവുന്ന ഒരു പരമ രഹസ്യമാണ്. അന്നേരം ഒരു കല്യാണത്തിന് അവൾ മനസ്സുകൊണ്ട് ഒരുങ്ങുമ്പോൾ ആ ഒരു സ്വപ്നം അതുപോലെ നടക്കാനായിരുന്നു തിങ്കൾ ആഗ്രഹിച്ചിരുന്നത്. ഹേമ ഡോക്ടറോട് അവൾ ഈ ആഗ്രഹപ്പോഴോ പങ്കുവച്ചിരുന്നു. മിററിന് മുന്നിലേക്കുന്ന അന്ന് അവൾ കണ്ട അവളുടെ ഫോട്ടോ ഫ്രെയിമുകളിൽ കൂടെ കണ്ണുകളൊന്ന് ഓടി തിങ്കളുടെ നോട്ടം ചെന്ന് എത്തിയെന്ന് ആ ബേ വിൻഡോയിലാണ്. അതിന് ചുറ്റുമുണ്ടായ യെല്ലോ ലൈറ്റ്സ്. അതിനടുത്തേക്ക് പെണ്ണിന്റെ ചൂടുകൾ നീങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.